ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു എനർജി ലെവലും അതോടൊപ്പം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് തിങ്ക് ചെയ്യുന്ന കാര്യങ്ങൾ, അവരുടെ ഒരു തോട്ട്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് യൂണിവേഴ്സിന് എന്താണ് നിങ്ങളിലേക്ക് തരാൻ ആഗ്രഹിക്കുന്ന ഒരു ഗൈഡൻസ് മെസ്സേജ് എന്നുള്ളത് കൂടെ നോക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോഴൊക്കെയും നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ചെയ്തു തുടങ്ങുന്നതായിരിക്കും. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റി ലഭിക്കുന്നതായിരിക്കും, നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതുമായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ പൂർണ്ണമായിട്ടും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുക. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കുക. അവരുടെ പേര് റിപ്പീറ്റ് ചെയ്ത് പറയുക. അവരുടെ മുഖം മനസ്സിലേക്ക് ഓർക്കുക. ഡീപ്പ് ആയിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കുക. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയിൽ ഇരുന്നുകൊണ്ട് തന്നെ വീഡിയോ ആയിട്ട് കണക്ട് ആവുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. 5 of Cups ആണ് ആദ്യമേ തന്നെ വന്നിരിക്കുന്നത്. 8 of Swords, Knight of Pentacles, Justice, the World, the Sun, 4 of Swords, 9 of Cups, 5 of Pentacles, 10 of Swords, Queen of Swords, Strength, the Tower, Death and Rebirth, King of Wands, 5 of Swords, Page of Cups, the Moon Energy. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് കിട്ടിയിരിക്കുന്നത് ഹെർമിറ്റ് ആണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് വന്നിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു എനർജി ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുതരം ഡിപ്രഷൻ അവസ്ഥയിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയത് തീർച്ചയായിട്ടും ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലായിരിക്കാം നിങ്ങൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു പൂർണ്ണമായിട്ട് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കണം. ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയിരിക്കുന്നത് നിങ്ങളെ മാനസികപരമായിട്ട് വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ തകർത്ത് കളഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് ഒട്ടും തന്നെ ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കാതെ എല്ലാ രീതിക്കും ഹെൽത്ത് വൈസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം വീക്ക് ആയിരിക്കും ഈ ഒരു സമയത്ത്. അതുപോലെ തന്നെ മനസ്സുകൊണ്ടിട്ട് തകർന്നിരിക്കുന്ന ഒരു അവസ്ഥ, സ്വന്തമായ കാര്യങ്ങളിലേക്ക് പോലും ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഇപ്പൊ ജോലിയുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്, പക്ഷെ മനസ്സ് പൂർണ്ണമായിട്ടും മറ്റൊരു ലോകത്തിലാണ്. ഈ ഒരു വ്യക്തിയിലേക്ക് നിങ്ങൾക്ക് വളരെയധികം ഒരു അഡിക്ഷൻ ഉള്ള പേഴ്സൺസ് ആണ്. നിങ്ങൾ കുറച്ചധികം വൈകാരികപരമായ ജീവിതത്തിന് പ്രാധാന്യം നൽകുന്ന വ്യക്തികളാണ്. നിങ്ങളുടെ ബന്ധത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടന്നിട്ടുണ്ട്. ട്രസ്റ്റ് ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ വളരെയധികം വിശ്വസിച്ച് നിങ്ങൾ ഈ ഒരു പേഴ്സണിന്റെ ലൈഫിലേക്ക് കടന്നു വന്ന വ്യക്തികൾ ആയതുകൊണ്ട് തന്നെ ഇവരിലേക്ക് നിങ്ങൾക്കൊരു അഡിക്ഷൻ വന്നിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായിട്ട് ഈ ഒരു പേഴ്സണിന്റെ ഭാവത്തിൽ, മനോഭാവത്തിൽ, നിങ്ങളോടുള്ള പെരുമാറ്റത്തിലും ഒക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. വളരെയധികം സ്വാർത്ഥതയോടുകൂടി സ്വന്തം കാര്യങ്ങൾക്ക് വാല്യൂ നൽകി ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വളരെ വേദനിപ്പിക്കുന്ന രീതിയിൽ ചീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വേദനയുടെ പടുകുഴിയിലേക്ക് എറിഞ്ഞിട്ട് കൊടുത്തിരിക്കുന്ന ഒരു അവസ്ഥ. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു തിരിച്ചടിയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നേരിട്ടിരിക്കുന്നത് ഈ ഒരു പേഴ്സണിൽ നിന്നും. ജീവിതത്തിൽ ഒരു വെളിച്ചം തേടിയുള്ള യാത്രയിലാണ് നിങ്ങൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു സെൽഫ് ലവിലേക്ക് കടന്നിട്ടുണ്ട്. സ്ട്രെങ്ത് വന്നിരിക്കുന്നത് കൊണ്ട് ചിലവരെ സെൽഫ് ലവിലേക്ക് കടന്നിരിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഇതാണ് നിങ്ങളുടെ എനർജി ലെവൽ എന്ന് പറയുന്നത്. നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു ചീറ്റിംഗിൽ അകപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളാണ്. ഒന്നെങ്കിൽ നിങ്ങൾ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണ്, ഇല്ലാന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ്. നോ കോണ്ടാക്ട് എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മിണ്ടാതെ സൈലന്റ് ആയിട്ട് പോയിരിക്കുന്നു. ഒരുപാട് പുറകെ നിങ്ങൾ പോയെങ്കിലും പ്രത്യേകിച്ച് പ്രതികരണമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ സൈലന്റ് ആയിട്ട് നിന്ന് പോയിരിക്കുന്ന ഒരു ബന്ധമാണത്. ഓക്കെ, അപ്പൊ ഈ ഒരു സമയത്ത് ചിലപ്പോൾ കുറച്ചൊരു സമയമായി കാണും നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നിട്ട്.
അപ്പൊ ഇപ്പോഴും ഈ ഒരു പേഴ്സന്റെ ഓർമ്മകളിൽ തന്നെയാണ് നിങ്ങൾ നിൽക്കുന്നത്. അപ്പൊ നിങ്ങളുടെ എനർജി ഇങ്ങനെ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ പേഴ്സന്റെ അവസ്ഥ എന്താണ്? നിങ്ങൾ ഒരുപാട് വേദനകളിലൂടെ കടന്നു പോയവരായതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിന്റെ ആ ഒരു പ്രാർത്ഥന, വേദന ഇതെല്ലാം ഈ ഒരു യൂണിവേഴ്സിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ ഒരു യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്നും നിങ്ങളുടെ പേഴ്സന്റെ ചിന്താഗതികൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ടോ? അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ? നിങ്ങൾ അവർക്ക് മിസ് ചെയ്യുന്നുണ്ടോ? എന്താണ് അവരുടെ ഇപ്പോഴത്തെ ഒരു തോട്ട്സ് എന്നുള്ളത് നോക്കാം. ആദ്യമേ തന്നെ നമുക്ക് ഓരോ കാർഡായിട്ട് തന്നെ പറഞ്ഞു വരാം. 5 ഓഫ് കപ്സ് ഇവിടെ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഓർക്കുന്നുണ്ട്. നിങ്ങൾ എന്താണോ അനുഭവിച്ചത് ആ ഒരു സിറ്റുവേഷനിലാണ് അവർ നിൽക്കുന്നത്. ഒരുതരം ഡിപ്രഷൻ അവസ്ഥയിലാണ്, അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു അവസ്ഥ. മനസ്സ് കൈവിട്ട് പോയിരിക്കുന്നു. മനസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അവരായിട്ട് തന്നെ നിങ്ങളെ അവരുടെ ലൈഫിൽ നിന്നും ഒഴിവാക്കി ഈ ഒരു പടുകുഴിയിലേക്ക് എറിഞ്ഞിട്ടതിനെ കുറിച്ച് ഓർത്ത് നിങ്ങളുടെ വ്യക്തിയിൽ ഇപ്പോൾ ഒരുപാട് മാനസാന്തരം നടക്കുകയാണ്. ഇവിടെ ഹെർമിറ്റ് എനർജിയും വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അവർ ചെയ്ത തെറ്റുകളെല്ലാം അവരിപ്പോൾ അയവിറക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് റിലേഷൻഷിപ്പിൽ സംഭവിച്ചത്, അല്ലെങ്കിൽ തന്റെ ഭാഗത്ത് നിന്ന് പറ്റിയ തെറ്റുകൾ എന്താണെന്നുള്ളത് അവരിപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത് അവരുടെ ലൈഫിൽ അപ്രതീക്ഷിതമായിട്ട് അവർക്ക് വന്നിരിക്കുന്ന ഈ ഒരു തിരിച്ചടിയാണ്. തിരിച്ചടി എന്ന് പറയുമ്പോൾ 5 ഓഫ് പെന്റക്കിൾസ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ശാരീരികപരമായിട്ടൊക്കെ ഒരുപാടൊരു ഒന്നെങ്കിൽ ഇവർക്ക് ഒരു ഡിപ്രഷൻ അവസ്ഥ എന്ന് പറയുമ്പോൾ മനസ്സിനെ മാത്രമല്ല ശരീരത്തിനെയും ബാധിച്ചിട്ടുണ്ടായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഫിസിക്കലി ഇവരിപ്പോൾ ഭയങ്കര weak ആണ്. ഒരു അസുഖം, ഒരു രോഗം എന്തെങ്കിലുമൊക്കെ ഇവരെ ഭയങ്കരമായിട്ട് ബാധിച്ചിരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവർക്ക് ഇവരുടേതായ കാര്യങ്ങളിലേക്കൊന്നും focus ചെയ്യാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ്. ഇവർക്ക് കൂടെ ഇവരുടെ ആരും ഇല്ല. ഇവരെ care ചെയ്യാനോ ഇവരെ ഒന്ന് സംരക്ഷിക്കാനോ ഒന്ന് ചേർത്ത് പിടിക്കാനോ ആരും ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു എനർജീനെ ഏറ്റവും കൂടുതൽ ഇവരെ മിസ് ചെയ്യിക്കാനായിട്ട് യൂണിവേഴ്സ് തന്നെ കൊടുത്തിരിക്കുന്ന ഒരു കർമ്മ തന്നെയായിട്ടാണ് ഇതിനെ കാണിച്ചിരിക്കുന്നത്. കാരണം ഒരു പണനഷ്ടം മാത്രമല്ല ഇവിടെ വന്നിരിക്കുന്നത്. ഫിനാൻഷ്യൽ ലോസിലൂടെ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ റീസൺ ഫിസിക്കൽ ഇഷ്യൂസ് ആണ് മെയിൻ ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ഇവരുടെ ലൈഫിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഈ ഒരു ടവർ എനർജിയിലൂടെ ജസ്റ്റിസ്, അതായത് കർമ്മയാണ് എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ട്. നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്ന കെയറിങ്, സപ്പോർട്ടിങ് എല്ലാം തന്നെ അവരുടെ മനസ്സിലേക്ക് ഇപ്പോൾ കടന്നു വരുന്നുണ്ട്. വളരെയധികം പാഷനേറ്റ് ആയിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ഓർക്കുന്നു. അവർ എന്തിന്റെ പുറകെയാണോ പോയത് അതെല്ലാം പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചു വരാൻ പോലും അവരുടെ മനസ്സ് ഇപ്പോൾ തയ്യാറെടുക്കുകയാണ്. മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള പണത്തിന്റെ പുറകെയാണ് ഈ ഒരു പേഴ്സൺ പോയത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർ അതിൽ നിന്നെല്ലാം പൂർണ്ണമായിട്ടും അതെല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ട് ഒരു തിരിഞ്ഞുള്ള യാത്രയിലാണ്, നിങ്ങളിലേക്കുള്ള മടക്ക യാത്രയിലേക്കാണ്. മനസ്സ് പൂർണ്ണമായിട്ടും കൈവിട്ട് പോയിരിക്കുന്നു. ഇമോഷൻസിനെ ഒന്നും കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. എല്ലാത്തിനെയും ഒരു രീതിയിൽ സ്വയം നിയന്ത്രിച്ച് വെച്ചിരിക്കുകയാണ്. ഇമോഷൻസ് എന്ന് പറയുമ്പോൾ ദേഷ്യം, സങ്കടം, ഒരു വേദന, എല്ലാ രീതിക്കും നെഗറ്റിവിറ്റിയിൽ നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ. ഈ ഒരു കെട്ടുകളെല്ലാം പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നീതി നൽകിക്കൊണ്ട് എത്രയും വേഗം നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ള ഒരു മെന്റാലിറ്റിയിലാണ് അവർ നിൽക്കുന്നത്. അതോടൊപ്പം നിങ്ങൾക്ക് അർഹമായ സ്നേഹം നൽകണം. ആ ഒരു നീതി നിങ്ങളിലേക്ക് നടപ്പിലാക്കണം. നിങ്ങൾ അവരെ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും അവരുടെ ജന്മത്തിന് അവർക്കൊരു നീതി ലഭിക്കണമെങ്കിൽ അത് നിങ്ങളുടെ മുന്നിൽ സറണ്ടർ ആവുക എന്നുള്ളത് തന്നെയാണ് ഒരൊറ്റ മാർഗം. കാരണം നിങ്ങളുടെ കണ്ണുനീരിന്റെയും നിങ്ങളുടെ ശാപത്തിന്റെയും ഒരു അവസ്ഥയാണ് അവരിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നൊരു മനോഭാവത്തിലാണ് അവർ നിൽക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവ് അവർക്കുണ്ട്. അവർക്ക് ആ ഒരു തിരിച്ചറിവ് വരാൻ കാരണം അവർ ചെയ്തിരിക്കുന്ന തെറ്റുകൾ എത്രത്തോളം ആണ് എന്നുള്ളത് അവർക്ക് തന്നെ അറിയാം. ലോകം കീഴടക്കിയ ഒരു സന്തോഷത്തിലാണ് അവർ നിങ്ങളെ വിട്ടുപോയത്. നിങ്ങൾ cheat ചെയ്തിട്ട് പോയ ആ ഒരു സമയത്ത് ഇവർക്ക് എല്ലാം ഇവരുടെ കൂടെ ഉണ്ട്. ഇവർക്ക് ആവശ്യത്തിന് സമ്പത്തുണ്ട്, qualification ഉണ്ട്, അല്ലെങ്കിൽ ഇവർക്ക് അതിന്റേതായ ജോലിയുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ന് പറയുന്ന person ഇവരെ സംബന്ധിച്ചിടത്തോളം life ൽ ഒന്നുമല്ല. ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇവരുടെ life ൽ value എന്ന് പറയുന്നത് സാമ്പത്തിക ഉയർച്ച, ഇവരുടെ career, അതിനൊക്കെയാണ് ഇവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. വൈകാരികപരമായ സ്നേഹത്തെക്കാൾ കൂടുതലായിട്ട് തലകൊണ്ട് ചിന്തിക്കുന്ന വ്യക്തിയാണ് നിങ്ങളുടെ ഒരു വ്യക്തി എന്ന് പറയുന്നത്. റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളോട് വളരെയധികം പ്രണയം, സ്നേഹം ഒക്കെ ഉണ്ടായിരുന്നു. ഒരുപക്ഷേ ഈ ഒരു പേഴ്സണെ വെച്ചിട്ട് നിങ്ങളായിരിക്കാം ഇവരെക്കാൾ കുറച്ച് കൂടുതലായിട്ടുള്ള ഫിസിക്കൽ അപ്പിയറൻസിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. ഒരു സൗന്ദര്യത്തിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ നിങ്ങളായിരിക്കും കുറച്ച് കൂടുതലായിട്ട് നിൽക്കുക. അപ്പൊ ഈ ഒരു പേഴ്സൺ ആയിട്ടായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അതിപ്പോ നിങ്ങൾ ഫീമെയിൽ ആണോ എന്നുണ്ടെങ്കിലും മെയിൽ ആണോ എന്നുണ്ടെങ്കിലും അതനുസരിച്ച് നിങ്ങൾ കണക്ട് ചെയ്യുക. നിങ്ങൾ ഇപ്പൊ മെയിൽ ആണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അങ്ങോട്ടേക്ക് വന്നു. നിങ്ങൾ ഇനി ഫീമെയിൽ ആണോ എന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ അങ്ങനെ തിരിച്ചും നിങ്ങളെ അട്രാക്ട് ചെയ്ത് എടുത്തിരിക്കുന്ന ഒരു എനർജിയാണ്. അപ്പൊ അത്രത്തോളം നിങ്ങളിലേക്ക് അട്രാക്ഷൻ വന്നിട്ടാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിരിക്കുന്നത്. ആ ഒരു സമയത്തൊക്കെ അവർക്ക് നിങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം ഒരു പാഷനേറ്റ് ആയിട്ട് തന്നെയാണ് കണ്ടിരുന്നത്. പക്ഷെ അവർക്ക് നേടിക്കഴിഞ്ഞപ്പോൾ
നിങ്ങളുടെ ലൈഫിലേക്ക് അവർ കടന്നു വന്നു, നിങ്ങളുടെ സ്നേഹം അവർ നേടി. അപ്പൊ അതെല്ലാം നേടിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഇവർക്ക് യൂസ്ഡ് ആയി. നിങ്ങൾ എന്തായാലും വിട്ടു പോകില്ല. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവർ ബുദ്ധി കൊണ്ടാണ് ചിന്തിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹൃദയം കൊണ്ടാണ് ചിന്തിക്കുന്നത്. രണ്ടുപേരും രണ്ട് ദിക്കിൽ നിൽക്കുന്ന വ്യക്തികളാണ്. രണ്ട് ദിക്കിലാണെങ്കിൽ പോലും ഇവരുടെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ വളരെയധികം സപ്പോർട്ട് ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. പരാതിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ ഒരു പരിധിവരെ നിങ്ങൾ മുന്നോട്ടേക്ക് പോയിട്ടുണ്ട്. പക്ഷെ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ഇവരിൽ നിന്ന് ഒരു അവഗണന നേരിട്ടിട്ടുണ്ടായിരിക്കാം. അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പലപ്പോഴും ഇവരോട് അതൊരു പരാതി എന്നുള്ള രീതിക്ക് പറഞ്ഞപ്പോൾ ഇവരുടെ focus മാറിപ്പോകുമോ എന്നൊരു ചിന്ത, അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇവരുടേതായ ഒരു ഉയരങ്ങൾ കീഴടക്കുക എന്നുള്ള ഒരു mind ൽ നിൽക്കുന്ന വ്യക്തി ആയതുകൊണ്ട് അതിൽ നിങ്ങൾ ഒരു തടസ്സമാകുമോ എന്നൊരു ചിന്തയൊക്കെ ഇവരിലേക്ക് വന്നപ്പോൾ നിങ്ങൾ എന്ന് പറയുന്ന person ഇവർക്കൊരു burden ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു burden നെ ഒഴിവാക്കാൻ അവർ പിന്നീട് അങ്ങോട്ട് പല രീതിക്ക് ശ്രമിച്ചു. നിങ്ങളെ അവഗണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവഗണിക്കുക എന്ന് പറയുമ്പോൾ അവർക്കറിയാം നിങ്ങൾ ഒരു ലിമിറ്റിൽ കൂടുതൽ അവഗണിച്ച് കഴിയുമ്പോൾ നിങ്ങൾ മനസ്സ് വേദനിച്ച് സ്വയമേ മാറിപ്പോകും. ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ അത് തന്നെയായിരിക്കാം. നിങ്ങൾ ഒരുപാട് പുറകെ നടന്നിട്ടും ഇവരിൽ നിന്നും പ്രത്യേകിച്ച് ഒരു സ്നേഹമോ കെയറിങ്ങോ ഒന്നും കിട്ടാതെ വന്നിരിക്കുന്നു. ചിലവരെ സംബന്ധിച്ചിടത്തോളം ചീറ്റ് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കും. സൈലന്റ് ആയിട്ട് നിന്നുപോയ ഒരു എനർജിയാണ് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ കാണിക്കുന്നത്. ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഉണ്ട്, അതുപോലെ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് കംപ്ലീറ്റ്ലി നിന്ന് പോയിരിക്കുന്നു. ഒരു ലെസ് കോണ്ടാക്ട് അല്ല, നിങ്ങളൊരു നോ കോണ്ടാക്ട് ആയിട്ട് തന്നെയാണ് മെയിൻ ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി ഒരിക്കലും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരില്ല എന്നുള്ള രീതിക്കൊക്കെ പറഞ്ഞിട്ട് പോയവരുണ്ടായിരിക്കും. എങ്കിലും നിങ്ങളുടെ മനസ്സ് ഇപ്പോഴും വേദനകളിലൂടെ കടന്നു പോവുകയാണ്. വേദനിക്കാൻ കാരണം നിങ്ങൾ ഇതിലൊരു തെറ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ എല്ലാ രീതിക്കും ഇവർക്ക് കെയറിംഗ് ആയിട്ടാണ് നിന്നിരിക്കുന്നത്. നിങ്ങളാൽ കഴിയുന്ന രീതിക്ക് എഫേർട്ട് നിങ്ങൾ എടുത്തിട്ടുണ്ട്. ജെനുവിനിറ്റിയോട് കൂടി തന്നെയാണ് നിന്നിരുന്നത്. എന്നിട്ട് അതിപ്പോ ഏത് രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉണ്ടായിരിക്കാം, ലവേഴ്സ് ഉണ്ടായിരിക്കാം, അപ്പൊ അതുപോലെ എക്സ്ട്രാ marital എന്താണോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വരുന്നത്, എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു ജെനുവിനിറ്റിയിലാണ് നിങ്ങൾ സ്നേഹം കൊടുത്തിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ ഒരു സ്നേഹം ഒറ്റ ദിവസം കൊണ്ട് കണ്ണടച്ച് മറന്നുപോയ ഒരു വ്യക്തികൾ എന്ന് പറയാം ഇവരുടെ കാര്യത്തിൽ. അപ്പൊ അങ്ങനെയൊക്കെ പോയ വ്യക്തികൾ ആയതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവർക്ക് വന്നിരിക്കുന്ന ഈ ഒരു ബുദ്ധിമുട്ടുകളിലൂടെ അവർ ഇതെല്ലാം സ്വയം തിരിച്ചറിയുകയാണ്. എന്തിന്റെ പുറകെയാണോ പോയിരിക്കുന്നത് ആ ഒരു സിറ്റുവേഷൻസിനെ കംപ്ലീറ്റ്ലി വിട്ടുകളഞ്ഞിട്ട് നിങ്ങളുടെ ബന്ധത്തിലേക്ക് തിരിച്ചു വന്ന് ഒരു സൺ എനർജി ആക്കണം, സക്സസ് ആക്കണം. ഈ ഒരു ബന്ധത്തിനെ അർഹമായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് സ്നേഹം നൽകണം. ഒരിക്കലും നിങ്ങൾ ഈ ഒരു പേഴ്സണെ മറക്കാനുള്ള സാധ്യതകൾ ഇല്ല എന്നൊരു കോൺഫിഡൻസ് ഇവരുടെ ഉള്ളിലുണ്ട്. കാരണം നിങ്ങളുടെ ഒരു ജെനുവിനിറ്റി ഇവർക്ക് അറിയാം. ഇവരുടെ ക്യാരക്ടർ അല്ല നിങ്ങളുടേത്. നിങ്ങൾ എന്ന് പറയുന്ന ഹൃദയം കൊണ്ട് ആരെങ്കിലും സ്നേഹിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവരെ മറക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങളൊരു പാവമാണോ എന്നൊക്കെ ഒരു ചിന്ത ഇവരുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇവർ തിരിച്ചു വരികയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവരെ സ്വീകരിക്കുമായിരിക്കും എന്നുള്ളൊരു ചിന്തയുണ്ട്. പക്ഷെ അതോടൊപ്പം ഭയമുണ്ട്. മൂൺ എനർജിയാണ്. ഒരു വശത്ത് നിങ്ങളോടുള്ള ആഗ്രഹം, മറുവശത്ത് നിങ്ങൾ സ്വീകരിക്കുമായിരിക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കിലാണ് നിൽക്കുന്നത്. ആ ഒരു ഭയം ഇവരുടെ ഉള്ളിലുണ്ട്. കാരണം അവർ ചെയ്തിരിക്കുന്ന പ്രവൃത്തി ആയതുകൊണ്ട് തന്നെ. എങ്കിലും ഇപ്പൊ ഈ ഒരു സമയത്ത് ഈ ഒരു ഫിസിക്കൽ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴും ജീവിതത്തിൽ എല്ലാ രീതിക്കും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഈ ഒരു എനർജിയിലും അവരുടെ ഒരു തോട്ട്സ് മൊത്തം നിങ്ങളെ കുറിച്ചാണ്. നെഞ്ചിൽ ആഴ്ന്നിറങ്ങുന്ന വേദന ഉണ്ടെങ്കിൽ പോലും നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോഴുള്ള ഒരു സന്തോഷം, അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു സ്നേഹം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു ഹേർട്ട്, നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് അവർ മനസ്സിനോട് ചേർത്ത് തന്നെയാണ് നിർത്തിയിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ആ ഒരു കർമ്മ തന്നെയാണ്. നിങ്ങളുടെ സ്നേഹം ഇവർ തിരിച്ചറിയാനായിട്ടുള്ള ഒരു ടൈം പീരീഡ് ആണ് യൂണിവേഴ്സ് ഇവരിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ജീവിതത്തിലെ ഒരു വെളിച്ചം തേടിയുള്ള അലച്ചിലാണ് ഇവര്. നിങ്ങൾ ഒരു സമയത്ത് നടന്ന അതേ എനർജിയിലൂടെ നിങ്ങളുടെ പേഴ്സണും ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. തനിക്ക് ഒരു റീബർത്ത് ജീവിതത്തിൽ സംഭവിക്കണം എന്നൊരു ആഗ്രഹത്തിൽ തന്നെയാണ് ഒരു മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ പാഷനേറ്റ് ആയിട്ട് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവരുടെ ഹൃദയമിടിപ്പ് ഓരോ നിമിഷവും കൂടിക്കൂടി വരുന്നുണ്ട്. ആ ഒരു കൂടിക്കൂടി വരിക എന്ന് പറയുമ്പോൾ ഒരു വശത്ത് സ്നേഹവും മറുവശത്ത് ഭയവും നിൽക്കുന്നത് കൊണ്ടാണ് ആ ഒരു എനർജി കൂടി വരുന്നത്. വീണ്ടും ഇതിനെ ഒരു നല്ല രീതിയിലേക്ക് ആക്കിയെടുക്കണം. ഒരു ഓപ്പർച്യൂണിറ്റി തനിക്ക് കിട്ടിയിരുന്നെങ്കിൽ വീണ്ടും തിരികെ വരാമായിരുന്നു. ഇവർ തന്നെയായിരിക്കാം ചിലപ്പോൾ ബ്ലോക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടാവുക. ചിലപ്പോൾ നിങ്ങൾ ഇവരെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇവർ മാത്രമായിരിക്കില്ല. കാരണം നിങ്ങൾക്ക് അത്രയും വേദന സഹിച്ചിട്ട് ഇപ്പൊ ഒരു സെൽഫ് ലവിലേക്കൊക്കെ കടന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ രണ്ട് രീതിയിലുള്ള എനർജി ഇവിടെ വരുന്നത്. ഒരു വിഭാഗം ആളുകൾ നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് മൂവ് ഓൺ ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. മറ്റൊരു വിഭാഗം ആളുകൾ ഇപ്പോഴും ഡിപ്രഷൻ സ്റ്റേജിലാണ് നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു പേഴ്സണെ നിങ്ങളും ചിലപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും, ചിലർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ ഇവരുടെ ഭയം എന്ന് പറയുന്നത് എന്ത് രീതിയിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരും, എങ്ങനെയാണ് നിങ്ങളുടെ അടുത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, നിങ്ങൾ അവരെ അംഗീകരിക്കാൻ തയ്യാറാകുമോ, എന്തെങ്കിലും നിങ്ങൾ അവരെ പറയുമോ. അതോടൊപ്പം കുറ്റബോധമുണ്ട്, ഭയങ്കര കുറ്റബോധമുണ്ട്. നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കാനുള്ള ആ ഒരു മനസ്സൊക്കെ തകർന്നു നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പൊ അവർ എന്ത് പറഞ്ഞാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ടത് എന്നൊരു
ചിന്തയും അവരെ ആഴത്തിൽ തന്നെ വേദനിപ്പിക്കുന്നുണ്ട്. എന്താണെന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി ലഭിക്കുകയും വേണം. അതിലൂടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് എല്ലാം പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ആ ഒരു ലവ്, ആ ഒരു പ്രണയം നിങ്ങൾക്ക് നൽകണം. ആ ഒരു പ്രണയം നിങ്ങൾക്ക് നൽകിയിട്ട് ഈ ഒരു ബന്ധം വീണ്ടും പഴയ രീതിയിലേക്ക് തന്നെ കൊണ്ടുവന്ന് എത്തിക്കണം. എങ്കിൽ മാത്രമാണ് അവരുടെ മനസ്സിനൊരു ശാന്തി ലഭിക്കുകയുള്ളൂ. അവരായിട്ട് ചെയ്ത തെറ്റുകൾ അവരായിട്ട് തന്നെ മാറ്റുകയാണെങ്കിലേ അവർക്കൊരു സന്തോഷവും സമാധാനവും എല്ലാം അവരുടെ ജീവിതത്തിൽ കൈവരികയുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ അവർ എപ്പോഴും ആ ഒരു നെഗറ്റിവിറ്റിയിൽ തന്നെ ഇരിക്കും. അവർക്കൊരിക്കലും ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, അവരുടെ ആ ഒരു ബാഡ് കർമ്മ അവരെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് നീതി നടപ്പിലാക്കിയാൽ മാത്രമാണ് അവർക്ക് സ്വന്തമായിട്ട് ആ ഒരു നീതി ലഭിക്കുകയുള്ളൂ എന്നുള്ളത് അവർ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. പേജ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ജീവിതത്തിലെ എല്ലാവിധ പാഠങ്ങളും പഠിച്ചിരിക്കുന്നു. കഴിഞ്ഞു പോയ ആ ഒരു കാലത്തെ കുറിച്ച് ഓർത്ത് ഒരുപാട് വേദനിക്കുന്നുണ്ട്. സ്വന്തം കയ്യിൽ നിന്നും പറ്റിയ തെറ്റായതുകൊണ്ട് തന്നെ സ്വയമേ തന്നെ തിരുത്തിയാൽ മാത്രമാണ് അതിന് ക്ലാരിറ്റി ലഭിക്കുകയുള്ളൂ. അതിനുവേണ്ടി ഇത്രയും നാളും തലകൊണ്ട് ചിന്തിച്ചിരുന്ന നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഹൃദയം കൊണ്ട് ചിന്തിക്കാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. മനസ്സുകൊണ്ട് അവര് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവരുടെ ഹൃദയവും അല്ലെങ്കിൽ അവരുടെ ഹാർട്ട് ചക്രാസ് ഒക്കെ ഇത്രയും നാളും ക്ലോസ്ഡ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ അവരുടെ ഹാർട്ട് ചക്രാസ് എല്ലാം ഓപ്പൺ ആയി തുടങ്ങിയിരിക്കുന്നു. എന്താണ് സ്നേഹം, എന്താണ് ആ ഒരു കെയറിങ്, വൈകാരികപരമായ സ്നേഹത്തിന്റെ വാല്യൂ എത്രത്തോളമാണ് എന്നുള്ളത് ഇവരിപ്പോ മനസ്സിലാക്കുന്നുണ്ട്. അതോടൊപ്പം ഇവരുടെ ഉള്ളിലുള്ള ആ ഒരു ഈഗോ അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു ഞാൻ എന്ന ഭാവമൊക്കെ പൂർണ്ണമായിട്ടും കെട്ടടങ്ങി തീർന്നു. ഒരു പരിവർത്തനം ഇവരിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇവർ നേരിട്ടിരിക്കുന്ന ഈ ഒരു വേദന തന്നെയാണ് ഇവരെ ഇത്രത്തോളം മാറ്റിയിരിക്കുന്നത്. ആകെയുള്ള ഒരു എനർജി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു തിങ്കിങ് എനർജി കൂടുതലാണ്. തിങ്കിങ് എനർജി എന്ന് പറയുമ്പോൾ ഭയമാണ്. തീർച്ചയായിട്ടും അവർക്ക് അത് ഉണ്ടാകും. അവർ കുറച്ച് ഭയക്കേണ്ടവർ തന്നെയാണ് അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു എനർജി അവരുടെ ഉള്ളിൽ നിൽക്കുന്നുണ്ട്. നിങ്ങൾ വിട്ടു പോയിട്ടുണ്ടോ അല്ലെങ്കിൽ സ്വീകരിക്കുമോ എന്നുള്ള ഒരു എനർജി. ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിവൈൻ ടൈം ഇതാണ്. ഈ ഒരു ഡിവൈൻ ടൈമിലാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരേണ്ടത്. തിരിച്ചു വന്നതിന് ശേഷം നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നടപ്പിലാക്കണം. നടപ്പിലാക്കുന്നതിലൂടെ ഇവർ എന്തെങ്കിലും രീതിയിലുള്ള ബൗണ്ടറീസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വെച്ചിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതിനെല്ലാം നിങ്ങളോട് ഏറ്റുപറഞ്ഞ് മാപ്പ് പറയണം. ആ ഒരു ക്ഷമാപണം നിങ്ങളിലേക്ക് നടത്തണം. ബൗണ്ടറീസ് എന്ന് പറയുമ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു, നിങ്ങൾ ഈ ഒരു പേഴ്സൺ പറയുന്നത് അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന വ്യക്തികളായിരുന്നിരിക്കാം. കാരണം ഇവരിലേക്ക് നിങ്ങൾക്ക് ഒരു അഡിക്ഷൻ ഉള്ളത് കൊണ്ടിട്ട് ഒരുപാട് ബൗണ്ടറീസ് നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഇവർ നൽകിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇനിയൊന്നും ആ ഒരു ബൗണ്ടറീസ് വെക്കാനായിട്ട് ഇവർ തയ്യാറല്ല. എല്ലാ രീതിക്കും നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ഒരു എനർജി ലെവൽ. ഇനി ഈ ഒരു ബന്ധത്തിനെ വീണ്ടും സൺ എനർജി അതായത് സക്സസ് ആക്കുന്ന കാര്യത്തിൽ ഒരു ചലഞ്ചിങ് പോലെയാണ് ഇവർ ഏറ്റെടുക്കുന്നത്. തന്നെ കൊണ്ട് സാധിക്കും, അതായത് തനിക്കും മറ്റുള്ളവരെ പോലെ ഹൃദയം കൊണ്ട് സ്നേഹിക്കാൻ സാധിക്കും. ചിലപ്പോൾ ഇവരെ മറ്റുള്ള ഒരുപാട് വ്യക്തികൾ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. നിനക്ക് സ്നേഹിക്കാൻ അറിയില്ല. ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു വഴക്ക് പ്രശ്നങ്ങളൊക്കെ നടന്നപ്പോൾ നിങ്ങളുടെ വായിൽ നിന്നും ഒട്ടും ഇവരിൽ നിന്ന് കെയറിംഗ് ഒക്കെ കിട്ടാതെ വന്നപ്പോൾ നിങ്ങളും പറഞ്ഞിട്ടുണ്ടായിരിക്കും സ്നേഹിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല അല്ലെങ്കിൽ അറിയില്ല എന്നുള്ളതൊക്കെ. എന്നാൽ ഇപ്പൊ ഈ ഒരു സമയത്ത് അവരതൊരു ചലഞ്ചിങ് ആയിട്ട് ഏറ്റെടുത്തിട്ട് നിങ്ങളിലേക്ക് ആ ഒരു തിരിച്ചുള്ള സ്നേഹം തരാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം നിങ്ങളാണ് അതിന് അർഹനായിട്ടുള്ള അല്ലെങ്കിൽ അർഹയായിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത്. മറ്റൊരാളെ അല്ല ഇവരുടെ ലൈഫിലേക്ക് ഇവർക്ക് വേണ്ടത്, നിങ്ങൾ എന്ന് പറയുന്ന പേഴ്സണെ തന്നെയാണ്. ഓരോ ഹേർട്ട് ബീറ്റ് എന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ടേക്ക് ഇപ്പൊ പോകുന്നത്. ഇവരുടെ ഓരോ ചലനങ്ങളും അല്ലെങ്കിൽ ഇവരുടെ ഹൃദയമിടിപ്പിന്റെ ഓരോ നിമിഷവും എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് എത്തുക എന്നുള്ള ഒരു ചിന്തയാണ്. റീബർത്ത് കൊണ്ടുവരണം. അതിനു വേണ്ടി എന്ത് രീതിക്കുള്ള റിസ്ക് എടുക്കാനാണെന്നുണ്ടെങ്കിലും താൻ തയ്യാറെടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു കമ്മിറ്റ്മെന്റിലേക്കൊക്കെ പോകാൻ നിന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇനി ആ റിലേഷൻഷിപ്പിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് ഈ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ നിങ്ങളുടെ ബന്ധത്തിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കണം റിലേഷൻഷിപ്പ്. ഇനിയും ഇതിനെ ഇങ്ങനെ ഒന്ന് പതുക്കെ പതുക്കെ കൊണ്ടുപോയിട്ട് കാര്യമില്ല. ഓരോ സ്റ്റെപ്പും പെട്ടെന്ന് പെട്ടെന്ന് ആയിരിക്കണം. കാരണം നിങ്ങളെ നഷ്ടപ്പെടുത്താനായിട്ട് ഇവർക്ക് സാധിക്കുന്നില്ല. ആ ഒരു നഷ്ടപ്പെടുത്തൽ എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ പൂർണ്ണമായിട്ടും ഇവരെ തന്നെ ഇല്ലാതാക്കുന്ന എനർജിയാണ്. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിലൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ പല കാര്യങ്ങളിലും സാക്രിഫൈസ് ചെയ്യാൻ വരെ ചിന്തിക്കുന്നുണ്ട്. സാക്രിഫൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇവരുടേതായ ഒരു മെന്റാലിറ്റിയിലൊക്കെ വ്യത്യസ്തത കൈവരുത്തുക. ഇവർക്ക് അതൊക്കെ ഒരു പക്ഷേ ഒരു സമയത്ത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിരിക്കണം. അതുകൊണ്ടാണ് അവർ ഒരു സാക്രിഫൈസ് എന്നുള്ള രീതിക്ക് അതിനെ ചിന്തിക്കുന്നത്. ഓക്കെ, ഇവർക്ക് ഇവരുടേതായ ഒരു ടൈം ടേബിൾ അല്ലെങ്കിൽ ഒരു ടൈം എല്ലാം ഒരു കറക്റ്റ് ഓർഡറിലൊക്കെ പോകുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും മറ്റൊരു രീതിയിലേക്ക് മാറി ചിന്തിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഡിസോർഡർ ആയി പോയി ലൈഫ് എന്നുള്ള രീതിക്ക് ചിന്തിക്കുന്നവരാണ്. പക്ഷെ എല്ലാം ടൈം ടേബിൾ ആയിട്ട് മാത്രം മുന്നോട്ടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ഒരു ജീവിതത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ സാധിക്കില്ല. എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണം. എല്ലാം അതിന്റെ ഒരു
ചെറിയ ചെറിയ കാര്യങ്ങളിൽ വേരിയേഷൻസ് കൊണ്ടുവന്നാലാണ് ജീവിതത്തിന് ഭംഗി ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ആ ഒരു ഭംഗിയിലേക്ക് ജീവിതം എത്തിക്കാനായിട്ട് ഇവരിപ്പോ തയ്യാറെടുക്കുന്നുണ്ട്. ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു കാര്യങ്ങളും ഈ ഒരു ചിന്തകളും എല്ലാം ഇവർ നേരിടുന്നത്. ഫിസിക്കൽ ഇഷ്യൂസ് എന്ന് പറയുമ്പോഴേക്കും മെന്റൽ ഡിപ്രഷൻ, അതോടൊപ്പം തന്നെ എല്ലാവരും കൂട്ടത്തിൽ നിന്ന് വിട്ടുപോയിരിക്കുന്ന എനർജി, ബോഡിയൊക്കെ വളരെയധികം വീക്കായി, ഫുഡ് കഴിക്കുന്നുണ്ടായിരിക്കില്ല കറക്റ്റ് ആയിട്ടുള്ള ടൈമിൽ. അതൊന്നും ആരും ചോദിക്കാനില്ല ഇവരോട്. എല്ലാവരും ഉണ്ട് എന്നുള്ള രീതിക്ക് ആയിരിക്കാം നിന്നിരുന്നത്. പക്ഷെ ഈ ഒരു സമയത്ത് ഇവർക്ക് ഈ നഷ്ടങ്ങൾ വന്നപ്പോൾ അവരുടെ ലൈഫിൽ നിന്ന് പല കാര്യങ്ങളും ഒരു തിരിച്ചടി എന്നുള്ള രീതിക്ക് അവർക്ക് നേരിടേണ്ടി വന്ന ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് ആരും തന്നെ കൂടെയില്ല, അല്ലെങ്കിൽ അവർ ആരെയും അടുപ്പിക്കുന്നില്ല, എല്ലാവരെയും അകറ്റി നിർത്തിയിരിക്കുകയാണ്. സ്വന്തം കയ്യിൽ തന്നെ അവർക്ക് ആ ഒരു കീ ഇരിക്കുന്നുണ്ട്. നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു പേഴ്സൺ തലകുമ്പിട്ടിരിക്കുമ്പോൾ ഇവിടെ അവർക്ക് അതിൻ്റെതായ ഒരു ലോക്കും ഉണ്ട്, അതിന്റെ ഒരു കീയും ഉണ്ട്. ഈ ഒരു കീ എന്ന് പറയുന്നതാണ് നിങ്ങളിലേക്ക് നീതി നടപ്പിലാക്കുക. ആ ഒരു നീതി നടപ്പിലാക്കാനായിട്ട് ഈ ഒരു തല ഉയർത്തുമ്പോൾ അവരത് കാണാൻ സാധിക്കും. ഈ ഒരു ഡോർ തുറന്ന് പുറത്തേക്ക് വരിക എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ്. ആ ഒരു എത്തുന്ന നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് അവര്. ആ ഒരു പ്രകാശം അവര് തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കയ്യിൽ തന്നെ അതിനുള്ള ഉത്തരവുണ്ട്. അപ്പൊ ആ ഒരു ഡിവൈൻ ടൈം അവരുടെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഹേർട്ട് ചക്രാസ് എല്ലാം ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അവരിൽ നിന്നും ഈ ഒരു നെഗറ്റിവിറ്റി പൂർണ്ണമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങളിലേക്ക് ഈ ഒരു പേഴ്സൺ വളരെയധികം അട്രാക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് അവർക്കൊരു റിലീഫാണ് ഈ ഒരു സമയത്ത്. കാരണം ഒറ്റപ്പെട്ട് നിൽക്കുന്ന എനർജിയാണ്. നിങ്ങളോട് ചെയ്ത തെറ്റുകളെല്ലാം പൂർണ്ണമായിട്ടും തിരിച്ചറിയുന്നുണ്ട്. ഒരു ഹീലിംഗിലൂടെയാണ് പോകുന്നത്. സ്വയം റിയലൈസ് ചെയ്തിട്ട് ഹീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥന തന്നെയാണ് ഇതിന്റെ ഒരു കാരണം. നിങ്ങളുടെ ഒരു ശാപം ഇവരിലേക്ക് ഏറ്റു എന്നുള്ളത് ഇവർ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരിത് മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അവരത് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ സ്നേഹത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു റിലീഫ് അവരുടെ ഉള്ളിലേക്ക് വരുന്നത് അവർക്ക് ഒരുപാട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഒരു പ്രണയത്തിൻ്റെതായ ആ ഒരു സ്നേഹത്തിൻ്റെതായ പാലം എത്രയും വേഗം ആ ഒരു സോൾ കണക്ഷൻ നിങ്ങളുമായിട്ട് ബന്ധിപ്പിക്കണം. അതിലൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഒരു ട്രൂ ലവ് നിങ്ങൾക്ക് നൽകണം. അവരുടെ മനസ്സിന്റെ വാതിൽ എല്ലാ രീതിക്കും നിങ്ങളുടെ മുന്നിലേക്ക് തുറന്നിട്ടിരിക്കുകയാണ്. ആ ഒരു പ്രണയം അനുഭവിക്കാനായിട്ട് നിങ്ങൾ തന്നെയാണ് അവിടെ കടന്നു വരേണ്ടത്. അവരതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രീതിക്കും നിങ്ങളെ വിട്ടുകളയാനായിട്ട് നിങ്ങളുടെ പേഴ്സണ് സാധിക്കുകയില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവർ ഒരുപാട് വിഷ് ചെയ്യുന്നുണ്ട്, അവർ ഒരുപാട് പ്രേ ചെയ്യുന്നുണ്ട്, വീണ്ടും നിങ്ങളുടെ ബന്ധത്തിലേക്ക് തിരിച്ചു വരാനും റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ റീബർത്ത് കൊണ്ടുവരാനും. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലുള്ള തിങ്കിങ് ഒക്കെയാണ് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിലൂടെ നടക്കുന്നത്. നമുക്കിവിടെ നോക്കിയാൽ തന്നെ അറിയാം, ഇവിടെ വന്നിരിക്കുന്ന എനർജി കംപ്ലീറ്റ്ലി അവരുടെ ഒരു മനോവേദന തന്നെയാണ്. നമ്മൾ ലൈവായിട്ട് തന്നെയാണ് കാർഡ് എടുത്ത് 5 of Swords വന്നിട്ടുണ്ട്, വേദനിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. 10 of Swords വന്നിട്ടുണ്ട്, ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ്. ഫിസിക്കലി ആണെന്നുണ്ടെങ്കിലും മെന്റലി ആണെന്നുണ്ടെങ്കിലും സ്ട്രഗിൾ ചെയ്തിട്ട് ഒരു ഡൗൺ സ്റ്റേജിലേക്ക് മാറിയിരിക്കുന്നു. നിങ്ങളുടെ ഒരു സ്നേഹത്തെ കുറിച്ച് ഓർക്കുമ്പോൾ മാത്രമുള്ള സന്തോഷമാണ് മനസ്സിലേക്ക് വരുന്നത്. അത് ഓർക്കുമ്പോൾ ഇവർ ഒരുപാട് തുള്ളിച്ചാടുന്ന എനർജിയിലേക്കാണ്. കാരണം നിങ്ങൾക്ക് ഒരിക്കലും ഇവരെ വെറുക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും മറ്റൊരാളെ സ്വീകരിക്കാനായിട്ടൊന്നും പോകില്ല എന്നുള്ളൊരു അമിതമായ വിശ്വാസം. ആ ഒരു അമിതമായ ഇവരുടെ വിശ്വാസം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിന്റെ ജെന്യുവിനിറ്റി ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ അത്രത്തോളം ഈ ഒരു പേഴ്സണെ സ്നേഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു യൂണിവേഴ്സ് കർമ്മയുടെ രൂപത്തിലേക്ക് അവർക്കത് അനുഭവയോഗ്യമായിട്ട് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ അവരെ അത് തിരിച്ചറിയിപ്പിച്ച് കൊടുത്തിരിക്കുന്നത്. അതൊരു നല്ല എനർജി ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ മനസ്സിന്റെ ഒരു വേദന തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഒരു കെട്ടുകളെല്ലാം പൊട്ടിച്ചിട്ട് ഈ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരാനും ഇവർക്ക് പുറത്തു വരാനും ഉള്ള ഒരു വഴിയായിട്ട് ഇവർ അതിനെ കാണുന്നത്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ഈ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾ ചിലവർ ഒരു മൂവ് ഓൺ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. മൂവ് ഓൺ ചെയ്ത് തുടങ്ങുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഇപ്പോഴും ഇവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ആണ്. പക്ഷേ ജോലിക്കൊക്കെ പോകുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പതുക്കെ നിങ്ങളുടെ മൈൻഡിനെ കൺവേർട്ട് ചെയ്യാനായിട്ടൊക്കെ നോക്കുന്നുണ്ട്. ചില വ്യക്തികൾ ഇപ്പോഴും ഒരു വേദനയിലാണ് നിൽക്കുന്നത്. അപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെ എനർജിയിൽ നിൽക്കുന്നവർക്കും യൂണിവേഴ്സിന് തരാനുള്ള ഗൈഡൻസ് എന്താണ്? നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സന്റെ ചിന്തകൾ ഈ ഒരു രീതിയിൽ നിൽക്കുമ്പോൾ എന്താണ് ഇനി നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്? ബിഗ് ഹാപ്പി ചേഞ്ചസ് ഇഫ് യു ബിലീവ്, romance, communicate clearly, forgiveness, don't stop, listen to your intuition, compromise.
ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് കിട്ടിയിരിക്കുന്നത് പീസ്ഫുൾ റെസൊല്യൂഷൻ ആണ്. അപ്പൊ ആദ്യമേ തന്നെ നമുക്കിവിടെ വന്നിരിക്കുന്ന ബിഗ് ഹാപ്പി ചേഞ്ചസ് ആണ്. ഇഫ് യു ബിലീവ്, നിങ്ങൾ വിശ്വസിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വലിയ വലിയ സന്തോഷകരമായ മാറ്റങ്ങളാണ് കടന്നു വരാനായിട്ട് പോകുന്നത്. ഡോണ്ട് സ്റ്റോപ്പ് ആണ്. നിങ്ങൾ ഇതുവരെ ഈ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ടേക്ക് തന്നെ പോയിക്കോളൂ. സ്റ്റോപ്പ് ചെയ്യേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു റൊമാൻസ് വന്നെത്തും. ആ ഒരു സന്തോഷം നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഉടനെ തന്നെ വന്നെത്തും. നിങ്ങൾക്കൊരു കോംപ്രമൈസ് വരാനായിട്ട് പോവുകയാണ്. ഈ ഒരു പേഴ്സൺ ആയിട്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയും അവർ ചെയ്ത തെറ്റുകളെല്ലാം നിങ്ങളിലേക്ക് ഏറ്റുപറയുകയും ചെയ്യാനായിട്ട് പോവുകയാണ്. ആ ഒരു സമയത്ത് നിങ്ങൾ ഇവരോട് ഓപ്പൺ കമ്മ്യൂണിക്കേറ്റ്, അതായത് തുറന്ന് സംസാരിക്കണം. ഇനിയും ഒരു ഭയോ കാര്യങ്ങളോ ഇവർ പറയുന്നതനുസരിച്ച് മാത്രം നിൽക്കുക എന്നുള്ള എനർജിയിലല്ല, നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഇവരോട് ഓപ്പൺ ആയിട്ട് സംസാരിക്കുക. നിങ്ങളുടെ വേദനകളാണെന്നുണ്ടെങ്കിലും സന്തോഷങ്ങളാണെന്നുണ്ടെങ്കിലും എല്ലാം നിങ്ങൾ ഇവരോട് തുറന്ന് സംസാരിക്കണം. ആ ഒരു തുറന്നുള്ള സംസാരത്തിലൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിലേഷൻഷിപ്പിൽ ഒരു കോംപ്രമൈസ് ലഭിക്കും. ആ ഒരു കോംപ്രമൈസിലൂടെ നിങ്ങൾക്ക് അർഹപ്പെട്ട റൊമാൻസ്, ആ ഒരു പ്രണയം നിങ്ങൾക്ക് ലഭിക്കും. വലിയ സന്തോഷകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉണ്ടാവും. ഫോർഗീവ്നെസ് ആണ്. ഇവരോട് ക്ഷമിക്കാൻ പറ്റുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ. നിങ്ങളുടെ മനസ്സ് ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ എന്താണോ ഇപ്പൊ പറയുന്നത്, ഇവരെ സ്വീകരിക്കണം എന്നാണെന്നുണ്ടെങ്കിൽ സ്വീകരിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ക്ഷമാപണം കൊടുത്ത് അവരെ വിടാവുന്നതുമാണ്. അതെല്ലാം നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് അതനുസരിച്ച് തീർച്ചയായിട്ടും ഒരു തീരുമാനം എടുക്കാവുന്നതാണ്. പക്ഷെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവരുടെ ലൈഫിൽ നിന്നും അല്ലെങ്കിൽ ഇവരുടെ മനോഭാവത്തിൽ നിന്നും ഉള്ളിൽ നിന്നും യഥാർത്ഥമായ ഒരു സ്നേഹം തന്നെയാണ് ലഭിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ആദ്യമേ തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിലാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ പീസ്ഫുൾ റെസൊല്യൂഷൻ ആണ്. സന്തോഷകരമായ സമാധാനപരമായ പരിഹാരം തന്നെ നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങളുടെ വേദനകൾക്കെല്ലാം ഒരു അവസാനം കടന്നു വരാനായിട്ട് പോവുകയാണ്. വെയിറ്റ്, കാത്തിരിക്കൂ എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു രീതിക്കാണ് ഗൈഡൻസ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ റീഡിംഗ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒക്കെ ആയിട്ട് ഈ ഒരു ക്ലൂസിന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് കൂടെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. 7 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. V എന്നൊരു ലെറ്റർ, K എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. കൊല്ലം ഡിസ്ട്രിക്റ്റ്, ഇടുക്കി ഡിസ്ട്രിക്റ്റ് വന്നിട്ടുണ്ട്. T എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. 38, മകം, 22, 28, R എന്നൊരു ലെറ്റർ, ഇടുക്കി അഗൈൻ വന്നിട്ടുണ്ട്. D എന്നൊരു ലെറ്റർ, R എന്നൊരു ലെറ്റർ, 36, ബാംഗ്ലൂർ എന്ന് വന്നിട്ടുണ്ട്. 44, കൊല്ലം ഡിസ്ട്രിക്റ്റ് അഗൈൻ വന്നിട്ടുണ്ട്. 27 അഗൈൻ വന്നിട്ടുണ്ട്. കാലിക്കറ്റ്, മലപ്പുറം, 38, ജാനുവരി മന്ത്, 35, ജൂലൈ മന്ത്, പുണർദം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. കാപ്രിക്കോൺ സോഡിയാക് സൈൻ, ഉത്രട്ടാതി എന്നൊരു സ്റ്റാർ, C എന്നൊരു ലെറ്റർ, തൃക്കേട്ട എന്നൊരു സ്റ്റാർ ആണ് ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ് എല്ലാം തന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. കണക്ട് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് തന്നെ അതിനെ ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് അറിയിക്കാവുന്നതുമാണ്. അപ്പോൾ വീണ്ടും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.